ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായിട്ട് ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. ആഗ്രഹിച്ചല്ല എന്തോ. അപ്പോൾ ഇന്ന് അതിനൊരു സാഹചര്യം ഒത്തു വന്നിട്ടുണ്ട്. അപ്പം വീട്ടിൽ പോകാൻ വേണ്ടി ഞങ്ങളെല്ലാവരുടെ വീട്ടിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. വാവ അവിടെ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കണം, നമുക്ക് വീട്ടിൽ പോകുന്നതിൻ്റെ വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ ഓർത്തത്. ആ സമയത്ത് എനിക്ക് വീട്ടിൽ നിന്ന് കോള് വരുന്നു, വന്ന രീതിയിൽ എടുക്കാൻ വേണ്ടി എനിക്ക് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ മമ്മി പറയുന്നു എന്ന രീതിയിൽ എടുക്കാൻ വേണ്ടിയാണ്. അപ്പം മമ്മി വിളിക്കുന്നൊന്നുമില്ല, ഞാനത് അലാറം സെറ്റ് ചെയ്തിട്ട് ആ റിംഗ് ടോൺ സെറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കുവാണ്. അപ്പം എത്രത്തോളം സക്സസ് ആവുമെന്നും അറിയത്തില്ല. എന്നോട് പറഞ്ഞായിരുന്നു വീഡിയോ എടുക്കണം, വീട്ടിൽ പോകുന്നതിന് വീഡിയോ എടുക്കണം. അപ്പം ഇത് പറഞ്ഞായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ എല്ലാം അടുക്കി പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇത് പറയണത്. അപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല, നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഓക്കെ, വാ. പാക്കിങ് തുടങ്ങി കേട്ടോ. ഇതെന്നാ പാക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ? ട്രോളി എടുക്കാന്ന് ഇത് എടുത്ത് മടക്കി കഴിഞ്ഞല്ലോ. ഞാൻ വീഡിയോ എടുത്തു, പിന്നെ പറ. വീഡിയോ എടുക്കണ്ടേ? ഇൻട്രോ എടുക്ക, പറ. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അത് കുഴപ്പമില്ല, വെറൈറ്റി ആവട്ടെ. ഹലോ, തുടങ്ങിയോ? ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അടിപൊളി വീഡിയോ ആണ്. വേറെ തല കുറേ നാളുകളായിട്ട് നമ്മളിങ്ങനെ നാളെ 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 എന്ന് വെച്ചോണ്ടിരിക്കുന്ന അല്ലേ വീഡിയോ ആണ്. അതായത് ഞങ്ങൾ വീട്ടിൽ പോകാൻ പോവാണ്. ഞങ്ങൾ 3 പേരും കൊണ്ട് എൻ്റെ വീട്ടിൽ പോകാൻ പോവാണ്. കല്യാണത്തിന്റെ സമയത്ത് പോകണമെന്ന് വിചാരിച്ചു, പോകാൻ പറ്റില്ല. അച്ഛൻ കല്യാണത്തിന് പോകുമ്പോൾ പോകണമെന്ന് വിചാരിച്ചു. കല്യാണത്തിന്റെ സമയത്ത് അത് കഴിഞ്ഞ് പള്ളി പെരുന്നാൾ പോകണമെന്ന് വിചാരിച്ച ആ സമയത്ത് വീട്ടിൽ പോകാൻ എല്ലാം റെഡിയാക്കി വെച്ചു. അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. അവ ഞങ്ങൾ 2 കൽപ്പിച്ച് പോകാൻ ഈ പ്രാവശ്യം പിന്നെ വിളിക്കാ. വീട്ടിൽ നിന്ന് ഹലോ, ഒന്നും എടുക്കുമല്ല. എന്നാ പറ്റി? കാര്യം പറയാ നീ. എന്നാന്ന് പറ. ഇപ്പൊ തന്നെ വരണോ? 4:30 ആയില്ലേ? നാളെയോ? ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. നാളെ വരാന്നേ. ഇന്നിനി എങ്ങനെ വരുന്നേ? ഇവരിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അമ്മേ, അത് അവര് വിളിച്ച് വരണ്ടേ? മമ്മിക്ക് അവിടുന്ന് ഒരുങ്ങി വരണ്ടേ ഇവിടം വരെ? ഞാൻ നോക്കിയിട്ട് വിളിക്കാം. ശരി. വീട്ടിൽ വരെ ചെല്ലാവുന്നു മമ്മി, വീട്ടിൽ വരെ ചെല്ലാവുന്നു. ഇന്ന് വരാൻ പറ്റുമോന്ന് ചോദിച്ചു. ഇന്നെങ്ങനെ പോകുന്നത്? പ്രശ്നമൊന്നും പറഞ്ഞില്ല. പ്രശ്നം പറഞ്ഞില്ലെന്നേ. പോന്നേ ഭാവയൊക്കെ എന്തായാലും വീട്ടിൽ പോകാൻ വേണ്ടിയിരുന്നല്ലേ. എന്തായാലും പോക്കൂ. ഞാൻ എന്താ പറഞ്ഞ പോലെ ഉണ്ടല്ലോ. ഒറ്റയ്ക്ക് നിൽക്കണ്ടേ? ഞാൻ ഇന്ന് പോക്കാടൊക്കെയല്ലോ. എന്താണല്ലോ മമ്മിയോട് വരാൻ പറയാമെങ്കിൽ. എന്നെ കാര്യം പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ? ഒറ്റയ്ക്കിട്ട് ഞാൻ എന്നാ ചെയ്യുന്നത്?
അവത് പെരുന്നാളിന് പോയതല്ലേ, അത് ഞാൻ വിളിച്ചിട്ട് പോയതല്ലോ, ഞാൻ അങ്ങോട്ട് പോയതല്ലേ. മൂന്നാമത് പ്രാവശ്യം ഞാൻ പെട്ടി വാങ്ങിക്കണ വീട്ടിൽ പെട്ടി പാക്ക് ഞാനല്ലേ 2 പ്രാവശ്യം പോയിരുന്നത്. സോറി, ഞാനല്ലേ, ഞാൻ കാരണം ഞാൻ പോകാൻ വേണ്ടി ഇരുന്ന സമയത്തല്ലേ നിങ്ങൾ പോകാൻ വേണ്ടി ഇരുന്നേ. പിന്നെ ചെയ്യുന്നേ എനിക്കറിയാമോ? അമ്മ വിളിച്ചു വരുമോ? ഓടി വരാൻ എന്താ ആവശ്യമുണ്ട്? അവിടെ വാ. എന്താ എന്താവശ്യമുണ്ടല്ലോ വിളിച്ചേക്കാൻ എല്ലാവരും. ഒന്നും പറഞ്ഞോണ്ട് നിങ്ങൾക്ക് അനാവശ്യം ആരെയും കുടിക്കാൻ പറ്റുമോ? ഇത് അനാവശ്യം അങ്ങനെ പറയാൻ പറ്റുമോ? ആവശ്യങ്ങൾ എന്താ ആവശ്യം എന്താന്ന് പറഞ്ഞില്ലല്ലോ. അത് കുറച്ചായി വിളിച്ചു ചോദിക്കാം, എന്റെ കാര്യം പറഞ്ഞില്ലെന്നേ. എന്തെങ്കിലും കാരണം കാര്യമല്ലോ, അല്ലെ ഇങ്ങോട്ട് വിളിച്ച് പറയാമല്ലോ എന്ത് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. നമുക്ക് എല്ലാവർക്കും കൂടെ പോകാൻ വെച്ചാ. അതിവിടെ എങ്ങനെ പോകുന്നേ? എനിക്കറിയാവുന്നല്ലോ. എന്നാ അങ്ങനെയാണല്ലേ? ഇതെടുത്ത് വെച്ചോന്ന്, കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യും. അല്ല, ഇതെടുത്ത് ബാഗിലെടുത്ത് വെച്ചോ, എന്നിട്ട് നിങ്ങളോട് പോയാൽ മതി. ഞാൻ അങ്ങോട്ട് വന്നേക്കാം. വീഡിയോ കട്ട് ചെയ്തിട്ട് എന്റെ പ്രശ്നം വിളിച്ച് ചോദിക്കുക. വീഡിയോ കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കുക, ആ ഭാഗത്തോടെ ഇരിക്കട്ടെ, വീഡിയോ എടുക്ക്. വീഡിയോ എടുക്കട്ടെ. വീട്ടിൽ പോകാൻ വേണ്ടത് പാക്കിങ്. ആ വീട്ടിൽ പോയെന്ന് വീഡിയോ ഒരുമിച്ച് പോകാൻ വേണ്ടിട്ടല്ലായിരുന്നു, ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോവാം, ഇങ്ങോട്ടെങ്കിലും പോവാൻ പാടാറാണ്. അങ്ങനെ പറയില്ല. എവിടെ ഫ്ലോപ്പ് ആയി പോയി? ഇത് വീഡിയോ എടുത്ത് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുക. അതായത് ഇപ്പോൾ എടുത്ത് വീഡിയോ എടുത്ത് വെക്കുക, സോറി വീഡിയോ എടുത്ത് വെക്കുക, എടുത്ത് പെട്ടി പായ്ക്ക് ഇത് പിടിക്കും. ഞാൻ ഇത് ട്രോളി എടുത്ത് തരാം. കുഞ്ഞേ ഇതെല്ലാം എടുത്ത് വെക്ക്, ബാഗിലെടുത്ത്. അതിനാവശ്യം ആവേ വീഡിയോ എടുക്കും. ആവേ സോറി ട്രോളി എടുത്തരാൻ അല്ല, വീഡിയോ അല്ല. ഒരു കാര്യം ചെയ്ത് പോകണ്ട, മമ്മി വന്നിട്ട് നമുക്ക് എല്ലാവരും ഒരു സോറി മമ്മിയോട് വരാൻ പറയാം. എനിക്കിതാ ദേഷ്യം വരുന്നത്. എപ്പോഴും മമ്മി എങ്ങനെയാ വരുന്നേ? അവിടെ ആൾക്കാരില്ലേ? അവ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ വിളിച്ച് വന്ന് മമ്മി പറഞ്ഞില്ലേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചേക്കാൻ പറഞ്ഞില്ലേ, ഇനി വന്നിക്കും വരാന്ന് പറഞ്ഞില്ലേ. അത് ഞാൻ ചോദിച്ചോളാന്നേ. ചെറിയ കാര്യമാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് വരാമോ? അപ്പൊ എന്നാലും പോകാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെയാണല്ലോ ഇവിടെയാണല്ലോ. അപ്പൊ ഇന്നിപ്പോ വരാൻ പറ്റുമോന്ന് ചോദിച്ചാ, ഇപ്പൊ വരാൻ പറ്റുന്ന ഞാൻ പറഞ്ഞില്ല. അതെന്തെങ്കിലും അർജൻസി ഉള്ള എനിക്ക് ചിലപ്പോൾ നേരിട്ട് പറയാൻ വേണ്ടി ആയിരിക്കും ഇരിക്കുന്നത്. ഇന്ന് വരാൻ പറ്റുന്നു, അപ്പോഴല്ലേ ഞാൻ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞേ. ഒന്നല്ല ഇതെല്ലാം എടുത്ത് വെക്കുക, അല്ലെ ഇതെടുത്ത് തിരിച്ചെടുത്ത് വെക്കുക. എൻ്റെ ഡ്രസ്സ് എടുത്ത് വെച്ചു. അല്ല എൻ്റെ ഡ്രസ്സ് വേണ്ട, എനിക്ക് ഒന്നൊരു ഡ്രസ്സ് ചോദിക്കാൻ വേണ്ടി വാ വിളിച്ചപ്പോഴാണ് ചൂടെടുക്കണ്ട കുഞ്ഞു, എന്നാ ചെയ്യണ്ടേ? എന്നാ ചെയ്യാനേ? ഇപ്പൊ പോകാതെ പറ്റില്ലല്ലോ. അത്യാവശ്യം പറഞ്ഞ് വിളിച്ചിട്ട് പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ? ചേട്ടായിമാരോ എനിക്കറിയാം പാടില്ല.
ആ ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കും. മമ്മി അത് അങ്ങനെ ചിലപ്പോൾ പറയുന്നതായിരിക്കും. അറിയില്ല എന്താണ് സംഭവം. എന്താ നമുക്ക് അറിയില്ലല്ലോ. പെട്ടെന്ന് വാന്നൊക്കെ പറഞ്ഞ് വിളിക്കണമെങ്കിൽ നിസ്സാര കാര്യമായിരിക്കും. ഒഴിച്ചു വാ. അതിന് എമ്മാര് വർത്തനം പറഞ്ഞു പോയിച്ചു വന്നൊക്കെ പറഞ്ഞു. ഞാൻ നല്ല മമ്മി വിളിച്ചില്ലേ? രീതിയല്ലേ അതൊക്കെ പറഞ്ഞത്. അമ്മ ഇന്ന് വിളിച്ച് ഇന്ന് വരുമോ? അമ്മേനെ ഇപ്പൊ വിളിച്ച അമ്മ 15 മിനിറ്റ് കൊണ്ട് ഇങ്ങ് പോയി. ആണോ? വിളിച്ചാലോ? കാര്യം പറഞ്ഞ അച്ഛൻ വിളിച്ചു. ഞാൻ വിളിക്കുക. അച്ഛൻ പിന്നെ പോവാ എവിടുന്നോ? ഞാൻ വിളിച്ചിട്ടാണോ പെരുന്നാളിൽ വന്നാലല്ലോ? പെരുന്നാളിൻ്റെ സമയത്ത് ആരും വിളിച്ചില്ല. അപ്പോൾ എന്താ പറഞ്ഞു തീരുമാനിച്ച് എനിക്കൊന്നും കുഴപ്പമില്ല. കുഞ്ഞുമിട്ട പറ ഞാൻ പോട്ടെ. അങ്ങനെയാണോ? പോയിരുന്നു. ഇനി പറ. അതിന് പറയാൻ പറയാണ്ട് വരും. അച്ഛൻ പൊക്കോ. നിന്നെ പറഞ്ഞാണ്ടിരിക്കുന്നത് ആ വീഡിയോ അത് കട്ട് ചെയ്ത് ദൂരെ ദിവസമായി ബാക്കിയാ തുടങ്ങിയിട്ട്. ഞാൻ ചുമ്മാ പറഞ്ഞു. ആരും വിളിച്ചൊന്നുമില്ലോ. ആരും വിളിച്ചൊന്നുമില്ലെന്ന്. മമ്മി വിളിച്ചോ? അലാറുണ്ടോ ഇട്ടോ? മമ്മി പറഞ്ഞു. അത്ര കാര്യത്തിൽ ഞാൻ ഈ ഫോൺ സൈലന്റ് ആക്കി വെക്കാറുള്ളൂ. അച്ഛയുടെ ഫോൺ ഇടയ്ക്ക് അടിക്കാറുണ്ടല്ലോ. എപ്പോഴും അടിക്കാറുണ്ട്. പിന്നെ മിക്ക സമയത്ത് കളിക്കുന്നുണ്ട്. ഇന്നലെ ഞാനല്ല ഫോൺ എടുത്ത്. ഫോൺ ഓണായാലും തെറി ഒന്നും വിളിക്കത്തുള്ളൂ. ഞാൻ ഇത്ര പ്രാവശ്യം തെറി വിളിച്ചിട്ടുണ്ട്. ഇപ്പോ അപ്പൊ എടുത്തു ഒരിക്കൽ കള്ളത്തിനെല്ലാം കൊണ്ട് പറഞ്ഞു കൂട്ടിട്ട് അത് ചുമക്കുന്നേ. അറിയില്ല. ബാക്കി പറയാണ്ട് പറ. ഫോൺ എടുത്ത് ഒത്തിരി നേരം പിടിച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഇങ്ങനെയായിരുന്നു. ഇതിപ്പോ എന്ത് വീഡിയോ? അതൊന്നും ചെറുതായിട്ടൊരു പ്രാങ്കായിരുന്നു. അറിയുന്നുണ്ട്. കുറെ കാലമായിട്ട് ഇല്ലാതിരുന്നൊരു സംഗതിയായിരുന്നല്ലോ പ്രാങ്ക്. അച്ഛൻ എനിക്ക് പ്രാങ്കാണ്. അച്ഛൻ ഇതിന്റെ 10 മടങ്ങ് ഉദ്ദേശിച്ച അത്ര ഇതായില്ല. ഞാൻ ഓർത്ത് ഭയങ്കരമായിട്ട് കരച്ചിലും വേണം. വീഡിയോ എടുത്തോണ്ടിരിക്കുമല്ലേ? ഈ വീഡിയോ എങ്ങനെ ഇടണ്ട വന്ന് ഞങ്ങൾ എന്നാ പറയാ. എനിക്ക് അച്ഛൻ അങ്ങോട്ട് പോകുന്ന ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കും. ഞാൻ അങ്ങോട്ട് പോകുന്ന അച്ഛൻ ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കും. ഞാൻ അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും എനിക്ക് പോകാൻ ഇഷ്ടമില്ല. അച്ഛൻ പോകുന്നത് ഇഷ്ടക്കുറവ് ഉണ്ടായിട്ടൊന്നും അല്ലട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു തന്നെ ഉള്ളതോന്ന് അതുകൊണ്ടൊന്നല്ല. അങ്ങനെ അല്ല പറഞ്ഞു ഈയിടെ പോയിട്ട്. അപ്പൊ എല്ലാവർക്കും പറ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെടുകൊണ്ട് ലൈക്ക് ചെയ്യണം കേട്ടോ. കമന്റ് ചെയ്യണം. ഓക്കെ. ഇനി അങ്ങോട്ട് പ്രാങ്കളുടെ മേളെ ആയിക്കോട്ടെ.